ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. അവസാനം വരെ നിങ്ങൾ എന്തായാലും കാണണം, കാരണം ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടും. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള കൊങ്കർപ്പള്ളി മെഡിക്കൽ സെന്റർ കൂനമ്മാവൂരാണ്. അപ്പൊ ഇവിടെ എന്തിനാണ് ഞാൻ വന്നേന്ന് വെച്ചാല്, എനിക്ക് കുറച്ച് നാളുകളായിട്ട് ചിക്കൻ ബോക്സ് വന്നതിന്റെ ഭാഗമായി എൻ്റെ ഫേസിലൊക്കെ അതിൻ്റെ കുറച്ച് ആഴത്തിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പാടുകള് എന്ത് ചെയ്തിട്ടും ഒരു പരിഹാരം അതിനുണ്ടാകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ സമീപിക്കുകയും ഒരു നല്ല സ്കിൻ കൺസൾട്ടേഷൻ എടുത്ത് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടെ ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ ഞാൻ ചെയ്ത PRP ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എൻ്റെ ഫേസിലെ സ്കിന്നിൽ മാത്രമല്ല ഞാൻ ഈ PRP ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഹെയർ ലോസ് ഉള്ളത് കൊണ്ട് ഞാൻ സ്കാൾപ്പിലും ചെയ്തായിരുന്നു. ഇതിന് യാതൊരുവിധ സൈഡ് ഇഫക്റ്റും ഇല്ല എന്ന് ഞാൻ പറയാൻ പോകുന്നതിന്റെ കാരണം, നമ്മളുടെ ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്മയാണ് ഈ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഈ പ്രൊസീജിയർ നമുക്ക് ഒട്ടും വേദനിക്കുന്നതല്ല കേട്ടോ. അതുകൊണ്ട് വേദനിക്കും എന്നുള്ള പേടി വെച്ചുകൊണ്ട് ആരും ഇരിക്കണ്ട. വേഗം ഈ പറയുന്ന കൊങ്കർപ്പള്ളി മെഡിക്കൽ സെന്ററിലോട്ട് പോര്. ഞാൻ ഫുൾ ഡീറ്റെയിൽസും വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡിസ്കൗണ്ട് വേണ്ടവർ എൻ്റെ പേരോ എൻ്റെ ചാനലിന്റെ പേരോ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. PRP ട്രീറ്റ്മെന്റിന് മുന്നും അതിനുശേഷവും നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ നല്ല രീതിക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒപ്പം ട്രീറ്റ്മെന്റിന് ശേഷം നിങ്ങൾക്ക് കഴിക്കേണ്ടതായിട്ടുള്ള ടാബ്ലറ്റുകൾ, എസ്പെഷ്യലി വൈറ്റമിൻ ടാബ്ലറ്റുകളും ക്രീംസും ഇവർ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കൺസൾട്ടേഷന്റെ ഒപ്പം തന്നെ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഞാൻ PRP ട്രീറ്റ്മെന്റിന് മുന്നേ എനിക്കുണ്ടായിരുന്ന പാടുകൾ കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത്രയും പാടുകൾ എൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളുടെ മുഖത്തുള്ള പാടുകൾ അനുസരിച്ച് 3 or 4 പ്രാവശ്യം ഈ PRP ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹെയറിനും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇതിന് ശേഷം എനിക്കുണ്ടായ വ്യത്യാസമാണ് ഈ ഫോട്ടോകളിൽ നിങ്ങൾ കാണുന്നത്. എൻ്റെ ഹെയർ ഒത്തിരി വട്ടം ഞാൻ സ്ട്രെയിറ്റൈൻ ചെയ്തുകൊണ്ട് എൻ്റെ സ്കാൾപ്പ് നന്നായിട്ട് കാണാമായിരുന്നു. ഈ വീഡിയോസിൽ നിങ്ങൾക്ക് എൻ്റെ സ്കാൾപ്പ് കറക്റ്റായിട്ടും കാണാം. അപ്പം എനിക്ക് ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റാത്ത വണ്ണം ഒത്തിരി ഹെയർ പോയായിരുന്നു. അപ്പം എൻ്റെ ഹെയർ എനിക്ക് തിരിച്ച് വന്നതിന് ശേഷം എനിക്കുണ്ടായ കോൺഫിഡൻസ് ലെവലും അതുപോലെ എനിക്ക് ഹെയർ സ്റ്റൈൽ പിന്നീട് ചെയ്യാൻ പറ്റിയതിൻ്റെ വീഡിയോസും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്